എൻ്റെ പൊന്നു മോളെ, ഇന്നെന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇവിടം വരെ എത്തിയത്. അത്രയ്ക്ക് സ്പീഡിലാണ് ബസ് വന്നത്. ആ ചെങ്ങായനോട് എൻ്റെ പൊന്ന് ചേട്ടാ ഒന്ന് പതുക്കെ പോ, എനിക്ക് ജീവനോടെ വീട്ടിലെത്താനുള്ളതാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, കൂടെ ഉള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ എന്ന് വെച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ ഞാൻ പറയുന്നതെങ്കിലും കേൾക്കുന്നുണ്ടോ? സുഹാനി, നീ ഇത് കണ്ടോ? സ്നേഹിച്ച് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന്. അതുകൊണ്ട് യുവതി ആത്മഹത്യ ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയല്ലേ, ഞാൻ കണ്ടതാ. എടാ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എത്ര ഫോർവേഡ് ആയിന്ന് പറഞ്ഞാലും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾ എന്താ ഇപ്പം ഇങ്ങനെ? ഈ കൊല്ലം തുടങ്ങി ഇതുവരെ ഉണ്ടല്ലോ 4-5 ആൾക്കാർ മരിച്ചത് വലിയ സംഭവമായിട്ട്. ഇതുപോലെ വാർത്തകത്ത് എത്രയോ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നേ എല്ലാവരും ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതേ ചിലപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരിക്കലല്ല, സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ചുറ്റിലുള്ളവരെ നമുക്ക് തരാത്തോണ്ടാണ്.